ഞാനെപ്പോഴും ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കഥാപാത്രം ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമ്മൾ എക്സൈറ്റ് ചെയ്യണം ഏതെങ്കിലും തരത്തിൽ കഥാപാത്രം തിരക്കഥയപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഭയങ്കര കമ്മ്യൂണിക്കേറ്റീവ് ആയിരിക്കണം. നമുക്ക് എല്ലാത്തരം സിനിമകളുടെ ഒരു ബാലൻസ് ഉണ്ടാകുക എന്നുള്ളൊരു സാധനമുണ്ടല്ലോ. അപ്പോൾ ഉറുമ്പുകൾ ഉറങ്ങാറില്ല അങ്ങനെ ഒരു ഗിമ്മിക്സും ഒരു ഹൈ ക്ലെയിംസും അങ്ങനെ അവകാശവാദങ്ങളൊന്നും ഇല്ലാത്തൊരു പടമാണ്. ഭയങ്കര സിമ്പിളാണ്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് ഉണ്ടായിട്ടുള്ള ഒരുപാട് സിനിമ സാമ്പത്തിക വിജയം നേടിയ സിനിമകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കോംപ്ലക്സിറ്റി ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര സിമ്പിളായിട്ടുള്ള എല്ലാ തരം ഓഡിയൻസിനും അല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ യങ് ക്രൗഡ് എല്ലാവർക്കും പോയി നിന്ന് കാണാൻ പറ്റുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സിനിമയാണ് ഉറുമ്പുകൾ ഉറങ്ങാറില്ല. ഞാൻ ഈ സിനിമ ചെയ്യാനുള്ളൊരു റീസണുണ്ട്, അല്ലെങ്കിൽ ഈ തിരക്കഥ എന്നെ ഇമ്പ്രസ് ചെയ്ത ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ എനിക്കിപ്പോൾ ഇപ്പോൾ ടെലിവിഷനിൽ പറയാൻ പറ്റില്ല. സിനിമയുടെ ഒരു ഹൈലൈറ്റ് ഏരിയ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള ഒരുപാട് കൊച്ചു കൊച്ചു കള്ളന്മാരുടെ 3-4 കള്ളന്മാരുടെ കഥ പറയുന്ന സിനിമയാണ് അത്. എന്താ പറയുക, ഇങ്ങനെ ഒരു എൻ്റെ കഥാപാത്രത്തിന് ഒരു മനോജ് എന്നാണ്. അപ്പോൾ കളവ് പഠിക്കാൻ വേണ്ടി ചെമ്പൻ ചേട്ടൻ ചെയ്യുന്ന കഥാപാത്രം കള്ളംപെന്നി എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്. ആ കള്ളംപെന്നിയുടെ അടുത്ത് പോകുന്നതും പിന്നെ ഇവർ രണ്ടുപേരും കൂടെ എന്താ പറയുക പ്രാക്ടിക്കലായിട്ട് കളവ് നടത്തി കാര്യങ്ങൾ പഠിപ്പിക്കുന്നതും അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. പിന്നെ ഒരു പ്രതീക്ഷ എന്ന് പറയാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ ഇപ്പോൾ ഒട്ടുമിക്ക കള്ളന്മാരുടെ സിനിമകളും അത്യാവശ്യം വെക്കുക എന്നുണ്ട്, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. ലൈക്ക് ഇതും അപ്പം അങ്ങനെ അതാണ് സിനിമയെ കുറിച്ച് എടുത്തു പറയാനുള്ള ഒരു ഏരിയ. പേരുണ്ടല്ലോ, പേരിൻ്റെ എക്സാക്റ്റ് മീനിങ് നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ സിനിമക്ക് ഇത് തന്നെയാണ് ടൈറ്റിൽ. നമ്മൾ ഈ കള്ളന്മാർ പറയുന്ന ആളുകളും കുറേ ഉറുമ്പുകളാണ്. നമ്മളങ്ങനെ ഒരിക്കലും ഹീറോയ്ക്കോ നമ്മളൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ മേജർ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും ഹീറോയിസം അല്ലെങ്കിൽ ഒന്നും നമ്മൾ ചുറ്റുപാടും കാണുന്ന നമ്മളെപ്പോലത്തെ വെറും സാധാരണക്കാരായ ചില മനുഷ്യരാണ്. പക്ഷെ അവരുടെ ഒരു ലക്ഷ്യമുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു സിനിമ കണ്ട് തന്നെ ആ ഒരു എലമെൻ്റാണ് എന്നെ സിനിമയിലേക്ക് അട്രാക്ട് ചെയ്തത്. അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് സ്റ്റോറി ഉണ്ട്. നമ്മൾ പൊതുവെ തിരക്കഥയൊക്കെ വായിക്കുമ്പോൾ നമ്മളതിൻ്റെ ലോജിക്കിനെ കുറിച്ച് ആലോചിക്കും. ഇപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാൻ താമസിക്കുന്ന ഏരിയയിൽ അദ്ദേഹം മരിച്ചുപോയി, ഒരു കള്ളനുണ്ടായിരുന്നു. അപ്പോൾ ആ കള്ളൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ നിന്ന് അയാൾക്ക് മോഷ്ടിക്കുകയില്ല. വേറെ കള്ളന്മാർക്ക് ഇയാളുടെ ഏരിയയിൽ കടക്കാൻ ഒരു മടിയാണ്. പിന്നെ അദ്ദേഹത്തിനും എത്തിക്സ് ഉണ്ടായിരുന്നു കളവിനും. ഇപ്പോൾ ഈ സിനിമയുടെ ഒരു അടിസ്ഥാനം ഇപ്പോൾ ചോരപുരാണം എന്ന് പറഞ്ഞിട്ടൊരു ഒരു സയൻറ്റിഫിക് വേ ഓഫ് സ്റ്റീലിംഗ് അതിനൊരു പുസ്തകമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കള്ളന്മാരുടെ ഒരു നല്ല വശമുണ്ട്. അപ്പോൾ നല്ല വശത്തിനെ കുറിച്ചിട്ടും ഫോർ എക്സാമ്പിൾ താലിമാല മോഷ്ടിക്കാൻ പാടില്ല, വയസ്സന്മാരും വൃദ്ധന്മാരിൽ നിന്ന് മോഷ്ടിക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഭയങ്കര രസകരമായിട്ട് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ലൈക്ക് ഇറ്റ്സ് എ വർക്ക് ഓഫ് ഫിക്ഷൻ. അപ്പോൾ ആ ഒരു തിരക്കഥാകൃത്തിനും ഒരു ഫിലിം മേക്കറിൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ് ശരിക്കും. ഇപ്പോൾ എനിക്ക് സ്ഥലം എടുത്തു പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. പോക്കറ്റടി പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് റിയാലിറ്റിയാണ്. നമ്മൾ അന്വേഷിച്ച് നോക്കൂ, ലോകത്തെല്ലായിടത്തും കളവ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ടാവാം. ഈ പോക്കറ്റ് അടിക്കുന്ന സ്ഥലത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ പോയ ആളെ എനിക്കറിയാം. നമ്മളിങ്ങനെ ഒരുപാട് തലത്തിലുള്ള സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോക്കറ്റ് അടി പഠിപ്പിക്കുന്നുണ്ട്, എനിക്കറിയാം. അപ്പോൾ കളവ് പഠിപ്പിക്കുന്ന സ്ഥലം ഉണ്ടാവാം. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അല്ലെങ്കിൽ ഇതിൻ്റെ സംവിധായകനോടും അല്ലെങ്കിൽ സംവിധായകൻ്റെ ഒരു കൂട്ടായ്മയോടും എനിക്കുള്ള ഏറ്റവും വലിയ റെസ്പെക്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് നന്നാവുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ സീൻ കൂടി നല്ല ആക്ടേഴ്സ് വരുമ്പോൾ വേറൊരു തരത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആകും. അല്ലെങ്കിൽ ആ ആക്ടറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വരുമ്പോൾ ആ സീൻ ഭയങ്കര എൻഹാൻസ് ചെയ്തിരിക്കും. ഈവൻ 1-2 സീനിൽ വരുന്ന ക്യാരക്ടേഴ്സിനെ അടക്കം
ഇപ്പം എന്നോട് കഥ പറഞ്ഞപ്പോൾ ജിജു പറഞ്ഞിരുന്നു ഈ ക്യാരക്ടർ ഇപ്പം ഞാൻ ഈ പടത്തിലൊരു ഏറ്റവും മേജർ ക്യാരക്ടർ ചെയ്യുന്നു, ചെമ്പൻചേട്ടനിലൊരു മേജർ ക്യാരക്ടർ ചെയ്യുന്നു, അല്ലെങ്കിൽ സുധീരേട്ടനിലൊരു മേജർ ക്യാരക്ടർ ചെയ്യുന്നു. പിന്നെ ഒരു സീരീസ് ഓഫ് ഗുഡ് ആക്ടേഴ്സ് ഉണ്ട്, ലൈക്കബിൾ ആക്ടേഴ്സ് ഉണ്ട്, വേറൊരു സീരീസ് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു പിന്നെ ഈ ക്യാരക്ടർ ചെയ്യാൻ അവർ വരാൻ പോകുന്നില്ല. പക്ഷെ ജിജു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സീരീസ് ഓഫ് ആക്ടേഴ്സിനെ നിരത്തി നിർത്തിയിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാനീ പറയുന്നത് ഇപ്പോൾ എനിക്കും അല്ലെങ്കിൽ ചെമ്പൻചേട്ടനും അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് സ്ക്രീൻ സ്പേസ് കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ടിട്ട് നമ്മളുടെ കഥാപാത്രം മേജർ ക്യാരക്ടേഴ്സ് ആകുന്നില്ല. അതായത് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള സ്പേസ് സിനിമയിലുണ്ട്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സീനിയർ ആക്ടേഴ്സ് അടക്കമുണ്ട്. ഇപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട്, അനന്യുണ്ട്, അങ്ങനെ ഒരുപാട് ലൈക്കബിൾ ആക്ടേഴ്സ് സിനിമയിലുണ്ട്.